യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എത്ര പറഞ്ഞാലും അനുസരിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാവൻ. എന്നാ അതൊന്നും അറിയണമല്ലോ. കൃഷ്ണമാമ ടെൻഷൻ ആവാതിരിക്കെ അവിടുന്ന് റിസൈൻ ചെയ്ത് വരാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞതല്ലായിരുന്നോ? നീ ഒന്ന് അടങ്ങിയിരിക്കും സുന്ദരി. ഏട്ടൻ പറയുന്നത് ശരിയുള്ള കാര്യമല്ലേ? വൈഗയുടെ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് വരാൻ അവനെന്ന് എത്ര പാട്. ഇത് അഹങ്കാരമാണ്. ഇനി അവിടെ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ വേണ്ടതെന്താ? രണ്ടിലൊന്ന് പറഞ്ഞ് തീരുമാനിച്ച് അത് എന്നോടൊന്ന് പറയല്ലേ വേണ്ടത്. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് ജോലി വേണ്ടെന്ന് വെച്ചിറങ്ങുന്നതിന് ഒറ്റ ദിവസത്തിന്റെ ആവശ്യമേ ഉള്ളൂ. ഈ ജോലി തുടരാൻ താല്പര്യമില്ലെന്നങ്ങ് പറയണം, അല്ലെങ്കിൽ നമ്മുടെ അസൗകര്യങ്ങൾ പറയണം. അതോടെ കഴിഞ്ഞു. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. പോയ വഴിക്കങ്ങ് പോയേക്കുമല്ലേ. അതിന്റെ പേരിൽ അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും മോളെ? അവന്റെ പോക്ക് കണ്ടിട്ട് ഇതിലെന്തോ പന്തികേറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അവിടെ എന്തെങ്കിലും കുടുക്കിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്റെ സംശയം. എന്റെ മനസ്സില് അങ്ങനെ വെറുതെ ഒന്നും തോന്നാറില്ല. കാർത്തിക് ഈ പറയുന്ന ഒന്നും അല്ല ശ്രീദേവി സത്യം. നമ്മളോട് പറയാനാവാത്ത എന്തോ ഒന്ന് അതവന്റെ ഉള്ളിലുണ്ട്. ഏട്ടന്റെ മനസ്സിലൊരു സംശയം വീണിട്ടുണ്ടെങ്കിൽ അത് കാർത്തിക്കിന്റെ കഷ്ടകാലത്തിനാ. ഇതിൽ ഉറപ്പായ ഒരു അന്വേഷണം ഉണ്ടാവും. സത്യം ഏട്ടൻ കണ്ടുപിടിക്കുകയും ചെയ്യും. നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ കൂട്ടിച്ചേർത്തൊന്ന് വായിച്ചു നോക്കായിരുന്നു. ഓഫീസിൽ മാത്രമല്ല, അവന് വൈഗമോളുടെ വീടുമായിട്ടും എന്തോ കണക്ഷനുണ്ട്. അവൻ പറയണ്ട. കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ച എന്തായാലും കണ്ടുപിടിച്ചിരിക്കും. അതിന് ഒരു മാറ്റവും ഇല്ല. ശ്രീകാന്തിനെ കാണാൻ പോയ വൈഗ ഇനിയും കാണുന്നില്ലല്ലോ. ശ്രീ എന്തു പറഞ്ഞു കാണുമായിരിക്കും? മോളെയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് കാർത്തിക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. ആ കാര്യം ഉറപ്പാ. എന്ത് ചെയ്യും? ഏത് വിധേനയോ അത് തടഞ്ഞേ പറ്റൂ. അതിനെന്താ ഒരു വഴി? എങ്ങനെ അത് തടയാ?
കാർത്തി, അകത്ത് വന്ന് അമ്മയോട് ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ട. നീ റൂമിലേക്ക് പോയാൽ മതി. കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഒന്നാമത് ഞാൻ ടെൻഷനായിരിക്കുക. സംസാരിക്കാൻ നിൽക്കാതെ നീ പോകാൻ നോക്ക്. എനിക്കൊന്ന് പുറത്തു പോകണം. എവിടെ പോവാ? അകത്ത് കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. നിന്നോട് പോകാൻ പറഞ്ഞില്ല. കാർത്തിക് എന്താ തിരിച്ചു പോയത്? അത്യാവശ്യമായിട്ട് ആരെയും കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയതാ. ശരി, വാ. ശ്രീകാന്ത് എന്ത് പറഞ്ഞു മോളെ? അമ്മ ശ്രീയെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ചെക്കപ്പ് ചെയ്തിട്ട് എന്നോട് ദൂരെ യാത്രകളൊന്നും ചെയ്യരുതെന്ന് അവൻ പറഞ്ഞു. അതിന്റെ ഇറിറ്റേഷനിലാ കാർത്തി പോയിരിക്കുന്നത്. അപ്പോ അഡ്വാൻസ് ആയിട്ട് ഞാൻ ശ്രീയെ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് നിന്റെ സംശയമാവാൻ വഴിയില്ലല്ലോ. അത് കാർത്തിക്കിന്റേതായിരിക്കുമല്ലേ? നീയും അങ്ങനെ തന്നെയാ. നല്ല ആൾക്കാരെ മുഴുവൻ സംശയിക്കും. നിനക്ക് ദ്രോഹം ചെയ്യുന്നവരെയെല്ലാം കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്യും. ഞാൻ അറിയുന്ന ശ്രീകാന്ത് ഒരു എത്തിക്സ് ഉള്ള ഡോക്ടറും ചെറുപ്പക്കാരനുമാ. മറ്റൊരാളെ കേട്ട് പ്രവർത്തിക്കുന്നവനല്ല അവൻ. അത് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാവുന്നതുവാ. നിന്നെ മുറ്റത്തിറക്കി വിട്ടിട്ട് കാർത്തിക് എവിടെയാ പോയത്? അത് പറഞ്ഞില്ല. സ്വന്തം തീരുമാനം നടക്കാതെ പോയതിന്റെ ദേഷ്യമുണ്ട് അവന്. ദേഷ്യം ഉണ്ടാവട്ടെ. ഇഷ്ടമുള്ളതുപോലെ എവിടെയാന്ന് വെച്ചാ പോവുകയും ചെയ്യട്ടെ. തൽക്കാലം നീ ടെൻഷൻ ആവാതിരിക്കെ. ചെല്ല്, മുറിയിൽ പോയി റെസ്റ്റ് എടുക്ക. എങ്ങനെയെങ്കിലും മോളുടെ ഡെലിവറി ഡേറ്റ് ഒന്ന് ആയാ മതിയായിരുന്നു. മുൻപ് എന്തിനും കൂട്ടായിട്ട് സുന്ദരി ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ദുഷ്ടൻ അതിനെ ശത്രുവാക്കി മാറ്റി. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെ എന്റെ മോളെയും കുഞ്ഞിനെയും രക്ഷിച്ചെടുക്കും ഈശ്വര? മാഡം, മാഡം, ജ്യൂസ് കുടിക്കേ. അവിടെ വെച്ചേക്ക്, ഞാൻ കുടിച്ചോളാം. അല്ല മാഡം, സാറെന്താ മാഡത്തിന് മുറ്റത്തിറക്കിട്ട് തിരിച്ചു പോയത്? നോക്കുമായ, അവരവർക്ക് അറിയാൻ അർഹതയുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി. ഇത്തരം ചോദ്യങ്ങൾ വേണ്ട കേട്ടല്ലോ. ഈ ഇടയായി ഈ വീട്ടിൽ ആരോട് എന്ത് ചോദിച്ചാലും ദേഷ്യപ്പെടുക. സുന്ദരി വന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോ അമ്മ എന്നെ ഇങ്ങനെ തന്നെ വഴക്ക് പറഞ്ഞേ. എന്താ പറഞ്ഞേ? സുന്ദരി ഇവിടെ വന്നിരുന്നോ? ആ, വന്നിരുന്നു. എപ്പോ? അവര് വന്നപ്പോ ഞാൻ മാർക്കറ്റിൽ പോയിരിക്കുവായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോ അവര് കാരക്കരി പോവാൻ തുടങ്ങി. അവരെന്ന് പറയുമ്പോ സുന്ദരിയും സുന്ദരിയുടെ ആ കൃഷ്ണമാമയും ആ ശ്രീദേവി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അവര് അമ്മയോട് എന്താ സംസാരിച്ചത്? ഞാൻ പറഞ്ഞില്ലേ മാഡം, അവര് വന്നപ്പോ ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്ന് കേറുമ്പോഴേക്കും അവര് പോവുകയും ചെയ്തു. എന്തിനാ വന്നതെന്ന് വൈദേഹി മാഡത്തിനോട് ചോദിച്ചപ്പോ ഇതുപോലെ നല്ല വഴക്ക് എനിക്ക് കിട്ടി. ശരി മായ, ഇക്കാര്യം എന്നോട് പറഞ്ഞു അമ്മ അറിയണ്ട കേട്ടോ. എന്നാ മായ ചെല്ല്. ശരി മാഡം. ഞാനറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കൃഷ്ണനങ്ങളും ശ്രീദേവി ആന്റിയും സുന്ദരിയും ഒരുമിച്ച് ഞാനില്ലാത്ത നേരത്തെ ഇവിടെ വന്നെങ്കിൽ അതിലെന്തോ ദുരുദ്ദേശമുണ്ട്, ഉറപ്പാ. അതുകൊണ്ടായിരിക്കുമല്ലോ അവര് വന്ന കാര്യം അമ്മ എന്നോട് പറയാതിരുന്നത്. എല്ലാവരും എന്നിൽ നിന്ന് മറിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്.